ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കിടിലം ഇൻഫർമേഷനാണ് ചെയ്യാനുള്ളത്. മുൻപത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കോഓപ്പറേറ്റീവ് ഫിനാൻസിനെ കുറിച്ച് ഇട്ടിരുന്നു. അതിൽ ഏകദേശം 3000-ഓളം പേര് അപ്ലൈ ചെയ്തിരുന്നു. അതിൽ ഏകദേശം 1025-ഓളം പേർക്ക് ലോൺ കിട്ടി. വളരെ സന്തോഷകരമായ വാർത്തയാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ മറ്റൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, ഇതിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ സ്കോർ വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അവർ ആ രീതിയിലാണ് ഈ ഒരു ആപ്പിൻ്റെ അപ്ഡേഷൻസ് നടത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണ സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ സിബിൽ ചെക്ക് ചെയ്യുന്ന വേറെ കുറേ ആപ്പുകളുണ്ടല്ലോ. അപ്പോൾ ഈ ആപ്പിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ 700-750 കാണും. പക്ഷേ അത് കറക്റ്റ് അല്ല. അതിൽ ഏകദേശം 50-100ഓളം ചിലപ്പോൾ കുറഞ്ഞു വരും, ചിലപ്പോൾ 50 കൂടുതലായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നതിനെക്കാട്ടിയും. അപ്പോൾ കറക്റ്റ് സിബിൽ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സൈറ്റിൽ അത് കുറച്ച് ചാർജബിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സിബിൽ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട്, അതായത് കറക്റ്റ് സിബിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. അത് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 1 കോടിക്ക് മുകളിലാണ് ഇതിൽ നിന്ന് ലോൺ കിട്ടിയത്. ഞാൻ കറക്റ്റ് 1 CR കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ കൊടുത്താൽ നിങ്ങൾ വിചാരിക്കും തള്ളുന്നതാണെന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, അതിൽ കൂടുതലായിട്ട് ലോൺ കിട്ടിയിട്ടുണ്ട്. കാരണം 1000 പേർക്ക് 25,000 വെച്ച് കുട്ടികൾ തന്നെ 2,50,00,000 രൂപ ഇതിൽ നിന്ന് ലോൺ കിട്ടി. അത് 10,000-ഉം 5,000-ഉം വെച്ചല്ല കേട്ടോ ഞാൻ കൊടുത്തു. ചിലവർക്ക് 1 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 2 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 3 ലക്ഷം കിട്ടിയിട്ടുണ്ട്, 50,000 കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ അടിപൊളി NBFC ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചില ഇഷ്യൂസ് വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ ലോൺ, ഇൻഷുറൻസ്, കാർഡ്സ്, റിയൽ എസ്റ്റേറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യം ലോൺ ആണല്ലോ. ലോൺസിൽ ഇവിടെ നിങ്ങൾ ഏത് ലോണാണോ ആവശ്യം, പേഴ്സണൽ ലോണാണോ, ബിസിനസ് ലോണാണോ, ഹോം ലോൺ, ലോൺ അഗേൻസ്റ്റ് പ്രോപ്പർട്ടി, ലോൺ അഗേൻസ്റ്റ് സെക്യൂരിറ്റീസ് എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യം പേഴ്സണൽ ലോണാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ പേഴ്സണൽ ലോൺ എടുക്കുന്നതുണ്ട്, ഇത് മിക്ക ആപ്പിലും, ഇതിലെന്നല്ല മിക്ക RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിലും NBFC എല്ലാം ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിളായിട്ട് മാരേജ് കൊടുക്കാം, അതുപോലെ തന്നെ ഹോം റിനോവേഷൻ കൊടുക്കാം. നമുക്കിതിൽ ഹോം റിനോവേഷൻ കൊടുക്കാം, പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ പഠിപ്പിച്ച് തരുന്നതില്ല. എന്നാൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു 250-250ഓളം പേര് ഇങ്ങനെ തെറ്റിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ചെയ്യുന്നത്. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ സല്യൂട്ടേഷൻ മിസ്റ്റർ ആണോ, ഇത് ഒരിക്കലും ഡോക്ടറൊന്നും കൊടുക്കരുത്, അവർക്കൊക്കെ വേറെ ഓഫറാണ്. മിസ്റ്റർ തന്നെ കൊടുക്കുക. നിങ്ങളുടെ റെസ്പോൺസ് മിസ്റ്റർ ആണെങ്കിൽ മിസ്റ്റർ, മിസ്സസ്, മിസ്ട്രസ് എല്ലാ സംഭവം അവിടെ ഉണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് അനുസരിച്ച് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ മിഡിൽ നെയിം, ആധാർ കാർഡ് മിഡിൽ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അത് തെറ്റിക്കരുത്. ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ആധാർ അനുസരിച്ചായിരിക്കും. ചില ആൾക്കാർക്ക് മിഡിൽ നെയിം കാണില്ല, അപ്പോൾ അവിടെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ ജെൻഡർ, പാൻ കാർഡ് നമ്പർ, നൈം ആസ് പെർ പാനിൽ, നിങ്ങളുടെ പാൻ കാർഡിൽ എന്താണോ നൈം അതേപോലെ ഇവിടെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, ലോൺ എമൗണ്ട്, പിൻകോഡ്. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് പ്രൊസീഡ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾ അതായത് ആധാറിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഒക്യുപ്പേഷൻ സാലറിഡ് ആണോ, അത് സാലറി മിക്കതും സാലറി തന്നെ കൊടുക്കുക. കാരണം സെൽഫ് എംപ്ലോയി ബിസിനസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് GSTയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും മീൻസ് കറണ്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റും ITR ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സാലറി ആണെങ്കിൽ സാലറി കൊടുക്കുക. മോഡ് ഓഫ് സാലറി ബാങ്ക് ട്രാൻസ്ഫർ മസ്റ്റ് ആയിരിക്കണം. നിങ്ങളുടെ ബാങ്ക് നെയിം, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ടൈപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, ഗവൺമെൻറ് ആണോ, അങ്ങനത്തെ ഓപ്ഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഫുൾ ടൈമിനാണ് അവർ കൊടുക്കുന്നത്. നെക്സ്റ്റ് മന്ത്ലി ഇൻകം എത്രയാണെന്ന് കൊടുക്കുക. അതേപോലെ ടോട്ടൽ വർക്ക് എക്സ്പീരിയൻസ് ഇൻ മന്ത്സ്, ആ മന്ത്സ് എന്നിരിക്കുന്ന കാണത്തില്ല, അവർക്ക് കറക്റ്റ് മാസത്തിൽ തന്നെ കൊടുക്കുക. 1 വർഷമാണെങ്കിൽ 12 മാസം ഒന്ന് കൊടുക്കുക. ഇനി വർക്ക് എക്സ്പീരിയൻസ് ഇൻ കറണ്ട് കമ്പനി, അതും മാസത്തിൽ തന്നെ കൊടുക്കുക. കറണ്ട് കമ്പനിയിൽ നിങ്ങൾ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മാസത്തിൽ തന്നെ കൊടുക്കുക. ഇനി കറണ്ട് റെസിഡൻസ് ടൈപ്പ് ഓൺഡ് തന്നെ കൊടുക്കണം. ഓൺഡ് അല്ലെങ്കിൽ പേരൻ്റൽ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഓൺഡ് തന്നെ നമുക്ക് മാക്സിമം കൊടുക്കാം. ഇനി കറണ്ട് റെസിഡൻസ് സ്റ്റെബിലിറ്റി, എത്ര വർഷമായി നമ്മൾ ഇപ്പോഴത്തെ റെസിഡൻസിൽ താമസിക്കുന്നതെന്ന് കൊടുക്കുക. മാസമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 48 മാസം. ഇനി എന്തെങ്കിലും EMI ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക. ഇനി ക്രെഡിറ്റ് കാർഡ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്യുക. മീൻസ് നമ്മൾ എൻ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ലെൻഡേഴ്സിനെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇൻഗ്രെഡ്, ക്രെഡിറ്റ് ബി, മണി ടാപ്പ്, ടാറ്റ ക്യാപിറ്റൽ, SDFC. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം SMFG. നമുക്ക് അറിയാത്ത ഒരുപാട് ഫിനാൻസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ആക്സിസ് ഫിനാൻസ് ആണ്, ആക്സിസ് ബാങ്ക് അല്ല. ബന്ധൻ ബാങ്ക്, ചിന്താമണി ഫിൻലീസ്, ഫിന്നബിൾ, ലോൺ ബാബ, നിറ ഫിനാൻസ്, പേസൻസ്, പൂനെവാല,
വിഫി ഇന്ത്യ ലിമിറ്റഡ്, ചോള ലോൺസ്, ഇൻഡസൻഡ് ബാങ്ക്, മണി വ്യൂ, ഫൈബ്, പ്രിഫോ, ബജാജ് ഫിനാൻസ് പ്രൈം, ബജാജ് ഫിനാൻസ് ഗ്രോത്ത്, ഫിൻസി, IGC ബാങ്ക്, IDFC ബാങ്ക്, മണി വൈറ്റ്, മുത്തൂറ്റ് ഫിനാൻസ്, അപ്വേർഡ്സ്, അങ്ങനെ ഒരുപാട് ഫിനാൻസ് നമുക്കറിയാത്ത ഒരുപാട് ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ബാങ്കിൽ പോയി ചെയ്യുന്നവരാണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലെൻഡേഴ്സിനെ വേണമെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കാം. ലെൻഡേഴ്സിനെ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇവിടെയും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് സിമ്പിളാണ്. മെറിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അല്ല എന്നുള്ളത്, ഫാദർ ഫസ്റ്റ് നെയിം, ഫാദർ ലാസ്റ്റ് നെയിം, മദർ ഫസ്റ്റ് നെയിം, മദർ ലാസ്റ്റ് നെയിം, ക്വാളിഫിക്കേഷൻ, ഡു യു ഹാവ് എൻ ഓഫീസ് മെയിൽ എന്ന് ചോദിക്കും. ഓഫീസ് മെയിൽ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലെന്ന് കൊടുക്കുക. മാക്സിമം ഓഫീസ് മെയിലുള്ളവർക്ക് ഒരു ലോൺ സാങ്ഷൻ ചെയ്യുന്നത്. ഇനി അഡ്രസ്സ് കറണ്ട് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. ഇനി പെർമനൻറ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി ലെൻഡർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര കാലാവധി, എത്ര വർഷം വേണമെന്ന്, ഞാൻ ഇവിടെ 5 വർഷം കൊടുക്കുന്നു, ഞാനിവിടെ 4 വർഷം കൊടുക്കുന്നു, അതായത് 48 മാസം. ഇനി സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങളവിടെ എലിജിബിലിറ്റി ചെക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. വളരെ സിമ്പിളാണ്, ഞാൻ അങ്ങോട്ട് കാണിച്ചു തരുന്നില്ല, ഫില്ല് ചെയ്യാൻ ഒരുപാടുണ്ട്, വീഡിയോസ് നീണ്ടും പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു NBFCയിൽ നിന്നും, ഈ ഒരു കോഓപ്പറേറ്റീവ് NBFCയിൽ നിന്നും വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും ലോൺ കിട്ടിയ വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.